അലക്സാണ്ടർ വലിയ വീട്ടിലച്ചന്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷത്തിൽ അഭിവന്ദ്യ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവ് നടത്തിയ പ്രസംഗം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതിനോടകം തന്നെ നിങ്ങൾ 2 പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞു. അരമണിക്കൂർ വീതം നീണ്ടു നിന്ന 2 പ്രസംഗങ്ങൾ. അതുകൊണ്ട് വലിയ നീണ്ട പ്രസംഗം ഒന്ന് നടത്തരുതെന്ന് എനിക്ക് വാണിംഗ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. തന്നെയുമല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു ജീവിത രേഖ ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായി. വളരെ അനുഗ്രഹീതമായ ധന്യമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ മലങ്കര സഭയിൽ നിർവഹിച്ചത്. ബത്തേരിയിൽ 13 വർഷവും അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ 12 വർഷവും. ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനുള്ള ഒരവസരമാണിത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. മനുഷ്യ ജീവിതത്തിന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു വൈദികനെ സംബന്ധിച്ച് അതൊരു ദാനമാണ്. നിങ്ങളല്ല എന്നെ വിളിച്ചത്, ഞാനാണ് നിങ്ങളെ വിളിച്ചത്. അവിടുന്ന് വിളിച്ച് തൻ്റെ പക്കലേക്ക് അടുപ്പിച്ച് വേണ്ട എല്ലാ രൂപീകരണവും നൽകി അവിടുത്തെ വേല ഈ ലോകത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് തൻ്റെ പക്കലേക്ക് തനിക്കിഷ്ടമുള്ളവരെ വിളിക്കുന്നത്. ഇപ്രകാരം ലഭിച്ച ആയുസ്സിൻ്റെ ഏതാണ്ട് പകുതിയിലധികം ദൈവ വേലയ്ക്കായി തന്നെ സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. ഇന്ന് നാം അന്ത്രയോസ് സ്ലീഹായുടെ പെരുന്നാളാണ് ആഘോഷിച്ചത്. സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ നിന്നിരുന്നപ്പോൾ കർത്താവ് അതിലെ നടന്നു പോകുന്നത് കണ്ട് അവിടുത്തെ പക്കൽ അവിടുത്തോട് അടുക്കൽ കൂടുകയാണ് ചെയ്തത്. അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? വന്നു കാണുക. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ വന്നു കാണുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ്. കർത്താവ് ജീവിച്ച ഇടം വന്ന് കണ്ട് അന്ത്രയോസ് അവിടുത്തെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. അവിടുത്തോട് കൂടി വസിക്കുക, അവിടുത്തെ ജീവിതം അനുഭവിക്കുക, അതാണ് വന്നുകൂടുക എന്നുള്ള ആ വാക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്രകാരം ക്ഷണിക്കപ്പെട്ടവനാണ് വിശുദ്ധ അന്ത്രയോസ്. ആ അന്ത്രയോസിൻ്റെ പെരുന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, 25 വർഷം എന്ന് പറയുന്നത് വലിയ ഒരു ദാനമാണ്. ഒരു ദിവസം കഴിയുന്നത് എത്ര പ്രയാസപ്പെട്ടാണെന്ന് ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കണിശമായി പറയും. ഒരു ദിവസം കഴിയുവാൻ പെടുന്ന പാട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യായുസ്സിലെ 25 വർഷം കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ എത്രമാത്രം ത്യാഗം ആ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. വലിയ വീട്ടിൽ വന്യ അലക്സാണ്ടർ വലിയ വീട്ടിൽ കോറപ്പിസ്കോപ്പായുടെ കുടുംബത്തിൽ ജനിച്ച ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. മലങ്കര സഭയുമായി ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം. മലങ്കര സഭയിൽ വിശിഷ്ട സേവനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അഭിവന്യ അല്ലെങ്കിൽ വന്യ അലക്സാണ്ടർ വലിയ വീട്ടിൽ കോറപ്പിസ്കോപ്പ. അച്ഛൻ്റെ പ്രയത്ന ഫലമായിട്ടാണ് നമ്മുടെ ഈ കൊട്ടാരക്കര, അതുപോലെ തന്നെ ആയൂർ, അഞ്ചൽ
പ്രദേശങ്ങളിലെ മലങ്കര സഭയുടെ വളർച്ച അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ ഫലമാണ് എന്ന് ഏതൊരു വ്യക്തിക്കും, ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ സാധിക്കും. ഞാനും ഓർക്കുന്നുണ്ട്, ഞാൻ വൈദികനായതിനു ശേഷം അല്ലെങ്കിൽ അടുത്ത കാലത്താണല്ലോ വന്യ കോറപ്പിസ്കോപ്പ ദിവംഗതനായത്. അദ്ദേഹം അതുവരെയും ചെയ്തിട്ടുള്ള വലിയ ശുശ്രൂഷകൾ, പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുന്നതിനും കൂടുതൽ അടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചറിയുന്നതിനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബ പരമ്പരയിൽപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു വന്യ കോറപ്പിസ്കോപ്പ എന്ന് പറയുന്നത്. അപ്പോഴതുകൊണ്ട് തന്നെ ഈ കുടുംബം മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സേവനത്തെ ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ 25 വർഷക്കാലം അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ചുമതലകളും വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോഴദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ രൂപതയിൽ ശുശ്രൂഷ ചെയ്ത് വൈദികരെയാണ് ഇപ്പോൾ അദ്ദേഹം പരിരക്ഷിക്കുന്നത്. അവർക്കെല്ലാം ഒരു കൂട്ടുകാരനെ പോലെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്ന് അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിർബന്ധിച്ച് കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടി ചെയ്യും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് ഭക്ഷണം കഴിക്കും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ അപ്രകാരം. ഇതുപോലെ വന്യ വൈദികരെ സ്വന്തം ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ നോക്കി പരിപാലിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അതുപോലെ തന്നെ എവിടെയെല്ലാം ആയിരുന്നുവോ അവിടെയെല്ലാം ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുമായിരുന്നു. വെണ്ണിയൂർ, അതുപോലെ തന്നെ വെങ്ങാനൂർ, ഭരതന്നൂർ, ഇതാണ് നമ്മുടെ തിരുവനന്തപുരം അതിരൂപതയിൽ വരുമ്പോൾ മുതാക്കൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഏതാനും ചില പേരുകൾ പറഞ്ഞു എന്ന് മാത്രം. അമ്പൂരിയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ആളാണ്, ആദ്യമായിട്ട് വരുന്ന അമ്പൂരിയിലാണ്. അപ്പോൾ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലെല്ലാം സഭയുടെ നിബന്ധനകൾക്കനുസരിച്ച് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്താൽ കഴിയുന്ന എല്ലാ ശുശ്രൂഷകളും മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്ക് നൽകിയത് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ഇനിയും ധാരാളം ചെയ്യുവാനുണ്ട്. കണ്ടാൽ നമുക്ക് ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ല. ഇപ്പോഴേ വേറെ മരുന്ന് പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അച്ഛനത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അടുത്താരും വന്ന് നോക്കരുത്. മുടി നരച്ചിട്ടില്ല, താടി എല്ലാം ചെറുപ്പമായിട്ടാണ് അച്ഛൻ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ? ഇനിയും ബഹുമാനപ്പെട്ട അച്ഛൻ ഒത്തിരി സേവനം മലങ്കര സഭയിൽ, തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ ചെയ്യാനുണ്ട്. അദ്ദേഹം ചെയ്യണം. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആരോഗ്യവും തമ്പുരാൻ കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിലൂടെ മലങ്കര സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും സേവനങ്ങളെയും ഈ അവസരത്തിൽ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ, ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നും അദ്ദേഹം ഒരു മലങ്കര സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പേരിലും അഭിവന്യ കാതോലിക്ക ബാബ തിരുമേനി ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയുകയുണ്ടായി. പ്രസംഗിച്ചു, ഏതാണ്ട് അരമണിക്കൂറോളം പ്രസംഗിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴേ പറയേണ്ടതെല്ലാം അഭിവന്യ പിതാവ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ പേരിലും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പേരിലും എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിലും ഞാൻ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വലിയ വീട്ടിലച്ഛന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു.
ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.